4th സ്റ്റാൻഡേർഡ് സ്റ്റുഡൻസിൻ്റെ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടത്തിയിട്ടുണ്ടായിരുന്ന ലെവൽ ലൈവ് ടെസ്റ്റായിരുന്നു ഇത് അറ്റൻഡ് ചെയ്യാത്തവർ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഈ വീഡിയോ കാണുക. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ യൂണിറ്റ്സ് ഓഫ് ലെങ്ത്? ലെങ്ത്തിൻ്റെ യൂണിറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 4th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിച്ചത് കുറേ യൂണിറ്റ്സ് ഉണ്ട് ലെങ്ത്തിന്. അതിൽ 4th സ്റ്റാൻഡേർഡിൽ നമ്മൾ പഠിക്കുന്നത് ഏതൊക്കെയാണ്? മില്ലിമീറ്റർ, സെൻറ്റിമീറ്റർ, മീറ്റർ, കിലോമീറ്റർ. ഇതിൽ മില്ലിമീറ്ററിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാണ് യൂസ് ചെയ്യുന്നത്. സെൻറ്റിമീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ cm, മീറ്റർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ m, കിലോമീറ്റർ ഈസ് represented or denoted by km. Okay, so this is the answer of first question. ഇനി second question നോക്കാം. 2 meter plus 15 centimeter. Here we can't add these two numbers directly because the units are different. ഫസ്റ്റ് നമ്പറിൽ മീറ്റർ ആണ് യൂണിറ്റ്, സെക്കൻഡ് നമ്പറിൽ സെൻറ്റിമീറ്റർ ആണ് യൂണിറ്റ്. ഒന്നിൽ മീറ്ററും രണ്ടാമത്തേൽ സെൻറ്റിമീറ്ററും ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ആഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ആഡ് ചെയ്യാൻ കഴിയുള്ളൂ. സോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. സെൻറ്റിമീറ്റർ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2 മീറ്റർ പ്ലസ് 15 സെൻറ്റിമീറ്റേഴ്സ് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.15 എന്നാണ് വരുന്നത്. അത് 4th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് മീറ്റർ ടു സെൻറ്റിമീറ്റർ കൺവേർഷൻ ആയിരുന്നു. മീറ്റർ ടു സെൻറ്റിമീറ്റർ കൺവേർഷന് വേണ്ടിയിട്ട് മീറ്ററിലുള്ള ഏതൊരു നമ്പറിനെയും സെൻറ്റിമീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആഡ് 2 zeros എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സോ 2 മീറ്റർ സെൻറ്റിമീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 2 zeros ആഡ് ചെയ്യാം. 2 മീറ്റർ 200 സെൻറ്റിമീറ്റർ ആയിട്ട് മാറി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. 200 സെൻറ്റിമീറ്റർ പ്ലസ് 15 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് 215 സെൻറ്റിമീറ്റർ. ഇപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 215 സെൻറ്റിമീറ്റർ ആണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, ഡാഷ് ഇൻറ്റു 8 ഈക്വൽ ടു 72. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്ന ഒരാൾക്ക് ഈസിലി ആൻസർ ചെയ്യാം. ഇവിടെ 9 വരുമ്പോഴാണ് 72 ആൻസറായിട്ട് വരുന്നത്. 9 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 72. ഇവിടെ 8 ആയിരുന്നെങ്കിലോ 8 ഇൻറ്റു 8 ഈസ് 64. ഓക്കെ, സോ ഇവിടെ 7 ഇൻറ്റു ഡാഷ് ഈക്വൽ ടു 56. ഇവിടെ ആൻസറായിട്ട് വരുന്നത് 8 ആണ്. 7 ഇൻറ്റു 8 ഈസ് ഈക്വൽ ടു 56. ഇവിടെ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്നത് 9 ആണ്. 9 ഇൻറ്റു 7 ഈസ് ഈക്വൽ ടു 63. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ ഹാഫ് ഇൻറ്റു 60. ഇതായിരുന്നു സിക്സ്ത് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഹാഫ് എന്ന് പറഞ്ഞാൽ അതൊരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷന് ഒരു ന്യൂമറേറ്റർ ഉണ്ടാവും, ഒരു ഡിനോമിനേറ്റർ ഉണ്ടാവും. ഈ മുകളിലുള്ള നമ്പറിനെയാണ് ന്യൂമറേറ്റർ എന്ന് പറയുന്നത്, താഴെയുള്ള നമ്പറിനെയാണ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത്. ദിസ് ഈസ് ന്യൂമറേറ്റർ ആൻഡ് ദിസ് ഈസ് ഡിനോമിനേറ്റർ.
ഓക്കെ, നൗ ഈ രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത് ന്യൂമറേറ്റർ ഇൻറ്റു ദിസ് ഡാറ്റ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ, ദാറ്റ് ഈസ് 2. 1 ഇൻറ്റു 60 തന്നെയാണ് ആൻസർ ആയിട്ട് വരുന്നത്, ബൈ 2. 60 ബൈ 2 30. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു നോർമൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല. സാധാരണ നമ്മൾ നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 11 ഇൻറ്റു 5, ഇത് ഡയറക്റ്റ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം മൾട്ടിപ്ലൈ ചെയ്യാൻ 55. ഇവിടെ ഒരു നമ്പർ ഫ്രാക്ഷനാണ്, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലുള്ള നമ്പർ ന്യൂമറേറ്റർ ആണ്, താഴെ ഡിനോമിനേറ്റർ ആണ്. ന്യൂമറേറ്റർ ഇൻറ്റു ദിസ് നമ്പർ, ന്യൂമറേറ്റർ ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ. 1 ഇൻറ്റു 60 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് ഈക്വൽ ടു 30. വേറൊരു എക്സാമ്പിളും കൂടെ ചെയ്തു നോക്കാം. 2 ബൈ 5 ഇൻറ്റു 20. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ ഇൻറ്റു 20, 2 ഇൻറ്റു 20 divided by denominator. 2 into 20 is 40 by 5, that is equal to 8. 40 by 5 is 8. Two by 4 into 18. Next example. ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ന്യൂമറേറ്റർ 2 into 18 divided by 4. 2 into 18 36 divided by 4. 36 by 4 is 9. Seventh question. 5 6 7 8 9 plus 7 8 8. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അഡീഷൻ പ്രോസസ്സ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ സെക്കൻഡ് നമ്പർ എഴുതുന്ന പൊസിഷൻസ് ആണ് തെറ്റിപ്പോകുന്നത്. അത് വളരെ ശ്രദ്ധിക്കണം. 3 ഡിജിറ്റ്സ് ആണുള്ളത്. 3 ഡിജിറ്റ്സ് ആകുമ്പോൾ നമ്മൾക്കറിയാം ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് ഈസ് വൺസ്. വി ഷുഡ് റൈറ്റ് ദ റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഇൻ വൺസ് കോളം. Second digit from the right side is in tens column, and third digit from the right side is in hundreds column. നമ്മൾ ഈ ഓർഡർ അനുസരിച്ച് തന്നെ എഴുതണം. ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റ് ഏറ്റവും റൈറ്റ് സൈഡിലുള്ള ഡിജിറ്റിന് താഴെ എഴുതണം. സെക്കൻഡ് നമ്പറിന് താഴെ, തേർഡ് നമ്പറിന് താഴെയായിട്ടാണ് എഴുതേണ്ടത്. ഒരിക്കലും ഈ സൈഡിൽ നിന്ന് എഴുതി തുടങ്ങരുത്. Okay, so 9 plus 8 17, carry 1. 8 plus 8 16 plus 1 17, carry 1. 7 plus 7 14, 14 plus 1 15, carry 1. 6 plus 1 7, then 5. So 577 is the answer. 57,577.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ദി ഗിവൺ ഫിഗർ. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഫിഗറിൻ്റെ പെരിമീറ്റർ ഫൈൻഡ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ ഏതൊരു ഷേപ്പ് ആയിക്കോട്ടെ, ഏത് ഷേപ്പായാലും പെരിമീറ്റർ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ സൈഡ്സും ആഡ് ചെയ്യുക. ടോട്ടൽ ലെങ്ത് ഓഫ് ബൗണ്ടറി ഈസ് ദ മീനിങ് ഓഫ് പെരിമീറ്റർ. ഇവിടെ നമുക്കറിയാം ഈ ഷേപ്പ് ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പാണ്. ഈ റെക്റ്റാങ്കുലർ ഷേപ്പിന് 4 സൈഡ്സ് ആണുള്ളത്. ഈ 4 സൈഡ്സും ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, പെരിമീറ്റർ കിട്ടുന്നത്. ജസ്റ്റ് ആഡ് ആൾ സൈഡ്സ് ടു ഫൈൻഡ് ദ പെരിമീറ്റർ. സോ ഇവിടെ ഈ സൈഡ് 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് വിൽ ആൾസോ 4 സെൻറ്റിമീറ്റർ. ഇവിടെ ഈ ബ്രെഡ്ത്ത് 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഓപ്പോസിറ്റ് ബ്രെഡ്ത്തും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. സോ ഇനി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 4 + 2 6, 6 + 4 10, 10 + 2 12. സോ നമ്മൾ ആൻസർ ആയിട്ട് എഴുതുന്ന സമയത്ത് പെരിമീറ്റർ ഈസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത് ഓഫ് boundary is equal to 4 + 2 + 4 + 2. എല്ലാ സൈഡ്സും ആഡ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. സോ 4 + 2 6, 6 + 4 10, 10 + 2 12. എല്ലാ സൈഡ്സിൻ്റെയും യൂണിറ്റ് സെയിം ആയതുകൊണ്ടാണ് നമ്മൾ ആഡ് ചെയ്തത്. യൂണിറ്റ്സ് ഡിഫറെൻ്റ് ആണെങ്കിൽ സെയിം യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, സോ എല്ലാ യൂണിറ്റ്സും സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് യൂണിറ്റ് ഓഫ് ദ ആൻസർ വിൽ ആൾസോ സെൻറ്റിമീറ്റർ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ പാർട്സ് ഓഫ് ഗിവൺ സർക്കിൾ. ഇവിടെ ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ സെൻറ്റർ ഏതാണ്, ഡയമീറ്റർ ഏതാണ് എന്നാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. നമുക്കറിയാം ഒരു സർക്കിളിന് മിഡിലൊരു പോയിൻ്റ് ഉണ്ടാവും. ആ മിഡിൽ പോയിൻ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ എം എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ മിഡിലും സർക്കിളിലുള്ള ഏതെങ്കിലും ഒരു പോയിൻ്റായിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പി, ഈ മിഡിൽ പോയിൻറ്റിനെയാണ് നമ്മൾ സെൻറ്റർ എന്ന് പറയുന്നത്. ഇഫ് യു ജോയിൻ ദി സെൻറ്റർ ആൻഡ് 1 point ഓൺ ദി സർക്കിൾ, ദിസ് ഈസ് റേഡിയസ്. സോ വാട്ട് ഈസ് റേഡിയസ്? റേഡിയസ് ഈസ് PM. സെൻറ്റർ എം ആണെന്ന് നമുക്ക് കിട്ടി. സെൻറ്റർ ഈസ് എം. നിങ്ങൾ ആൻസർ എഴുതേണ്ടത് ഇങ്ങനെയാണ്, ഏതാണ് ലെറ്റർ അതാണ് എഴുതേണ്ടത്. സോ ഇവിടെ സെൻറ്ററിന് അടുത്തുള്ള ലെറ്റർ എം ആയതുകൊണ്ട് സെൻറ്റർ ഈസ് ഈക്വൽ ടു എം. ഇനി റേഡിയസ് എന്താണ്? റേഡിയസ് എന്ന് പറഞ്ഞാൽ സെൻറ്റർ പോയിൻറ്റും എനി 1 point ഓൺ ദ സർക്കിൾ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് സെൻറ്റർ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ സെൻറ്റർ എം ആണ്, പോയിൻ്റ് ഓൺ ദ സർക്കിൾ പി ആണ്. സോ റേഡിയസ് ഈസ് ഈക്വൽ ടു PM. ഈ സർക്കിളിൽ റേഡിയസ് ഏതൊക്കെയാണ്? ഈ സർക്കിളിൽ സെൻറ്റർ പോയിൻ്റ് ബി ആണ്. ഓൺ ദ സർക്കിളിൽ യു ക്യാൻ സീ 2 points K ആൻഡ് L. സോ ഇവിടെ നമുക്ക് 2 റേഡിയസ് കാണാൻ സാധിക്കും. 2 റേഡിയസിനെ നമ്മൾ റേഡി ഐ എന്നാണ് പറയുന്നത്, പ്ലൂരൽ ഫോം ഓഫ് റേഡിയസ്. ഓക്കെ, സോ 2 റേഡിയസ് ആർ ദർ, KB ആൻഡ് BL. These two are the radiuses of this circle. Okay, now diameter എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിൾ, ആ സർക്കിളിൻ്റെ 2 പോയിൻറ്റ്സ്, ഏതെങ്കിലും 2 points
ഓൺ ദ സർക്കിളിലുള്ള 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് കോഡാണ്. ഓക്കെ, ഇനി നമ്മൾ ഏതെങ്കിലും 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് ത്രൂ സെൻറ്ററാണ് പാസ് ചെയ്യുന്നത് എങ്കിൽ ഇറ്റ്സ് ഡയമീറ്റർ. ഈ ഫിഗറിൽ നമുക്ക് കാണാം കെ ആൻഡ് എൽ ആർ ദ 2 പോയിൻറ്റ്സ് ഓൺ ദ സർക്കിൾ. When we join these 2 points K and L, the line is passing through the center. K and L are the 2 points on the circle. ആ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്തപ്പോൾ സെൻറ്ററിലൂടെയാണ് പാസ് ചെയ്ത് പോയത്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ഡയമീറ്റർ. സോ ഡയമീറ്റർ എന്ന് എഴുതുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് diameter is equal to KL, not KBL. ഒരിക്കലും 3 ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ട് ഡയമീറ്റർ റെപ്രസെൻ്റ് ചെയ്യരുത്. 2 n പോയിൻറ്റ്സ് മാത്രം ആൻസറിൽ എഴുതിയാൽ മതി, K ആൻഡ് L. ഓക്കെ.